ഹായ്, പാറക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾക്ക് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്കുള്ള സമ്മർദ്ദത്തെ ഏത് രീതിയിൽ ലഘൂകരിച്ചെടുക്കാം എന്നുള്ള ഒരു മെത്തേഡുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലേക്ക് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മളുടെ ശരീരത്തിന്റെ തുലനാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് ഉത്കണ്ഠ വർദ്ധിക്കുന്നു. ഈ ഉത്കണ്ഠ ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ, അതായത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും, ഇങ്ങനെ അമിതമായ സമ്മർദ്ദം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അപകട മേഖലകളിലേക്ക് തരണം ചെയ്യുന്നു. ഇതിനെ നമ്മൾക്ക് ചെറുക്കുന്നതിന് വേണ്ടി സ്കൂൾ അങ്കണത്തിൽ LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളിലേക്ക് കായിക വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിലേക്ക് സമ്മർദ്ദത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നല്ല രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടിയുള്ള കളികളും, അവരുടെ ആ പങ്കാളിത്തത്തോടുള്ള കളികളിൽ അവർ ഏർപ്പെടുമ്പോൾ അവർക്ക് പങ്കാളിത്തപരമായിട്ടുള്ള ആ സമ്പർക്കം ലഭിക്കുമ്പോൾ അവർക്ക് സമ്മർദ്ദത്തെ ലഘൂകരിക്കുവാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ അവരിലേക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തെ കളികളിലൂടെ ലഭിക്കുന്നതിനോടൊപ്പം വ്യായാമ മുറകളും അവരിലേക്ക് ആനയിക്കപ്പെടുന്നു. എന്നാൽ കായിക വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്കൂളുകളിലെ കുട്ടികൾക്ക് സമ്മർദ്ദം കൂടുകയും പല രീതിയിലുള്ള അപകട മേഖലകളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാ സ്കൂളുകളിലും കായിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്നും കായിക വിദ്യാഭ്യാസം കുട്ടികളിലേക്ക്, കളികളുടെ ഒരു പങ്കാളിത്തം കുട്ടികളിലേക്ക് ആനയിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നും ഞാൻ ഈ അവസരത്തിലും പറയുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം, കായിക വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികൾ സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം അപകട മേഖലകളിലേക്കാണ് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടുപോകുന്നത്. ഈ രംഗത്തിൽ നിന്നും കുട്ടികളെ രക്ഷ നേടുവാൻ കായിക വിദ്യാഭ്യാസത്തിന് ഒരു ഊന്നൽ നൽകി കായിക വിദ്യാഭ്യാസം എല്ലാ സ്കൂൾ അന്തരീക്ഷത്തിലും വിദ്യാർത്ഥിനികൾക്ക് നൽകണമെന്ന് ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടും, തുടർന്ന് ഇത് മറ്റു വ്യക്തികളിലേക്ക് ഈ സമ്മർദ്ദം കൂടുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ കൂട്ടായ്മയുള്ള ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മനസ്സിന് ഉല്ലാസം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ട് ആസ്വദിക്കുകയോ ചെയ്യുകയും ചെയ്താൽ ഇവരിലുണ്ടാകുന്ന സമ്മർദ്ദത്തിന് ഒരു പരിധിവരെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല രീതിയിലുള്ള പ്രവർത്തന മേഖലകളുമായി മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസത്തിലേക്ക് ഈ വ്യക്തികൾ ഏർപ്പെടുക. നമ്മൾക്ക് 2-3 തരത്തിലുള്ള ബ്രീത്തിങ് യോഗകളും ഏതാനും ചെറിയ എക്സസൈസുകളും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നു. ഈ എക്സസൈസുകൾ ചെയ്യുന്നതോടൊപ്പം 2 രീതിയിലുള്ള ബ്രീത്തിങ്ങും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പിരിമുറുക്കത്തെ അനായാസകരമായി മാറ്റുവാനും നമ്മളുടെ സമ്മർദ്ദത്തെ ലഘൂകരിച്ചു കൊണ്ട് പോകുവാനും നമ്മൾക്ക് സാധിക്കും. ആദ്യമേ തന്നെ എക്സസൈസിലേക്ക് ഞാൻ കടക്കുന്നു. നമ്മളുടെ ശരീരത്തെ പൂർണ്ണമായും താളാത്മകമായ രീതിയിൽ റിലാക്സേഷനിലാക്കിയതിനു ശേഷം നമ്മളുടെ കൈകൾ 2 ശരീരത്തോട് ചേർത്തുകൊണ്ട് കൈകളെ 2 ഈ രീതിയിൽ വിറപ്പിക്കുക. ഇങ്ങനെ വിറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലേക്ക് അനായാസം ആവശ്യമില്ലാത്ത രീതിയിലുള്ള ടെൻഷൻ മാറുകയും നമ്മളുടെ ശരീരം ഫ്രീ ആവുകയും ചെയ്യും. നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ വിറയലിന്റെ ഒരു സ്പർശനം ഏൽക്കുകയും ഇത് നല്ല രീതിയിലുള്ള ഒരു വ്യായാമമായി മാറുകയും ചെയ്യുന്നു. അടുത്തത് നമ്മളുടെ തല നേരെയാക്കിക്കൊണ്ട് തലയുടെ ഈ താഴത്തെ താടി ചെസ്റ്റിൽ മുട്ടിച്ചുകൊണ്ടുള്ള ഈ വ്യായാമം ചെയ്യുക. ഇങ്ങനെ വീണ്ടും തലയെ നേരെയാക്കുക. തലയെ ബാക്കിലേക്ക് ആക്കിക്കൊണ്ട് നമ്മുടെ ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് നല്ല വലിയ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്യുക. ഇത് നമ്മൾക്ക് ഒരു 10-15 പ്രാവശ്യം നമ്മൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ, നമ്മുടെ തലയെ 2 സൈഡിലേക്കും ഷോൾഡറിന്റെ ലെവലിലേക്ക് ഈ തലയുടെ ഒരു ഭാഗം ഇടത് സൈഡിലേക്കും മറുഭാഗം നേരെയാക്കുകയും മറുഭാഗം വലത് സൈഡിലേക്കും കൊണ്ടുപോവുക. ഇങ്ങനെ. കൂടാതെ നമ്മളുടെ കാലുകളുടെ 10 ഭാഗത്തെ ഉയർത്തിക്കൊണ്ട് നന്നായി കാലിനെ വിറപ്പിക്കുക. കാലിനെ നല്ല രീതിയിലായിട്ട് കാലുകളെ വിറപ്പിക്കുക. ഈ പൊസിഷനിലേക്ക് നമ്മളുടെ കാലുകളെ വിറപ്പിക്കുക. നമുക്ക് ഈ വ്യായാമവും ശരീരത്തിന് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മളുടെ കൈകളെ വിറപ്പിക്കുക. കൈകൾ ഫ്രണ്ടിലേക്കാക്കി ഈ രീതിയിലും, കൈകൾ മുകളിലേക്കാക്കി ഈ രീതിയിലും, കൈകൾ വശങ്ങളിലേക്കാക്കി ഈ രീതിയിലും നമ്മളുടെ ശരീരത്തിന് കൈകൾക്ക് വിറയലുണ്ടായി. ഏറ്റവും നല്ലത് ശരീരത്തിനോട് ചേർത്തിട്ടുകൊണ്ട് നമ്മൾ കൈകൾക്ക് നല്ല രീതിയിലുള്ള ഈ വിറയലാണ് നൽകേണ്ടത്.
ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പർശനത്തെ കൊണ്ടുവരികയും നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. കൂടാതെ 2 രീതിയിലുള്ള ബ്രീത്തിങ് ഞാനിവിടെ കാണിക്കുന്നു. ഇത് സിമ്പിൾ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് 2 രീതിയിലുള്ള ബ്രീത്തിങ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ സിമ്പിൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ ഏറ്റവും ഫ്രീ ആക്കിക്കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിന് ഒരു അയവ് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന 2 എക്സസൈസ്, 2 ബ്രീത്തിങ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യത്തെ ബ്രീത്തിങ് ഡീപ്പ് ബ്രീത്തിങ്. നമ്മളെ ഇങ്ങനെ സുഖാസന രീതിയിൽ നമ്മൾ ഈ രീതിയിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ശരീരത്തെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ശ്വാസത്തെ താളാത്മകമായ രീതിയിൽ വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ സമയം നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും വളരെ നല്ല രീതിയിലുള്ള ഒരു ആനന്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യുക. ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ശ്വാസത്തെ ഒരു 10-15 പ്രാവശ്യം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. രണ്ടാമത്തേത് നമ്മുടെ നട്ടിൽ നിവർത്തിക്കൊണ്ട് തന്നെ കൈകൾ ഈ പൊസിഷനിലാക്കിക്കൊണ്ട് നമ്മളുടെ രണ്ടാമത്തെ അബ്ഡോർമൽ ബ്രീത്തിങ്. ഇത് നമ്മളുടെ ഉദരഭാഗത്തെ ഉയർത്തുന്നതോടൊപ്പം ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുകയും ഉദരഭാഗത്തെ താഴ്ത്തുന്നതോടൊപ്പം ശ്വാസത്തെ താഴെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇതാണ് അബ്ഡോർമൽ ബ്രീത്തിങ്. ഉദരഭാഗത്തെ ഉയർത്തിക്കൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് വിടുകയും ഉദരഭാഗത്തെ താഴ്ത്തിക്കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന രീതിക്കാണ് അബ്ഡോർമൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇത് ഒരു 10-15 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുക. ഇത്രയും മതിയാവും. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ ഒരു അളവോളം നമ്മൾക്ക് ലഘൂകരിക്കുവാനും നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുവാനും നമ്മൾക്ക് സാധിക്കും. കൂടാതെ നമ്മളുടെ മറ്റു രീതിയിലുള്ള അപകട മേഖലയിലേക്ക് പോകാത്ത രീതിയിൽ നമ്മളുടെ ശരീരത്തിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വ്യക്തികളും മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിൽ ഏർപ്പെടുകയും നല്ല രീതിയിലുള്ള ഒരു സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം നമ്മളിലേക്ക് ആവരണം ചെയ്യുവാൻ നല്ല രീതിയിലുള്ള പ്രവർത്തന മേഖലകളിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യണമെന്നും, പിന്നെ ഒത്തിരി നല്ല കളികളോ അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ സമ്മർദ്ദത്തിന് എല്ലാവിധ അയവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ അനുഗ്രഹത്തോടു കൂടിയും ഈ വീഡിയോ വളരെ പാറുക്കുട്ടി മീഡിയയുടെ എല്ലാവിധ സ്നേഹ ആശംസകളും ഇതിൽ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ഈ പ്രവർത്തനം ഞാനിവിടെ തീർക്കും.